Hello my dear champions, എല്ലാവർക്കും വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക് സുസ്വാഗതം. എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്, വളരെയധികം എനർജറ്റിക് ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ് യുവർ സെൽഫ് ഹാപ്പി. അതിന് നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടണം. നിങ്ങൾ കേട്ടട്ടെ, ഡു വാട്ട് യു ലവ്, ലവ് വാട്ട് യു ഡു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ എനിക്ക് പഠിക്കുന്ന ഇഷ്ടമല്ല, അങ്ങനെ പറയരുത് മക്കളെ. യു ഹാവ് ടു ഫോൾ ഇൻ ലവ് വിത്ത് ദാറ്റ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു പ്രയാണത്തിൽ യു ആർ ഓൾറെഡി, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കുഴിക്കാൻ തുടങ്ങി. നിങ്ങൾക്കൊരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ളത് നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. അതിലേക്കുള്ളൊരു പാതയായിട്ട് കണ്ടാൽ മതി മക്കളെ. ദെൻ യു വിൽ ഇവൻച്വലി ഫോൾ ഇൻ ലവ് വിത്ത് ദിസ്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യണേ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇഫ് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാർഗം നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാണുകയാണ്, ഓക്കെ, ദിസ് ഇസ് എ ഗേറ്റ് വേ ടു എൻറ്റർ ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ് എന്നുള്ളൊരു ലക്ഷ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. അത് വ്യക്തമാണെങ്കിൽ ഒരു നല്ല കോളേജിൽ എനിക്ക് എത്തിപ്പെടണം, ഏതെങ്കിലും ഒരു കോളേജിലല്ല, ഒരു നല്ല കോളേജിൽ എനിക്ക് എത്തിപ്പെടണം എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. നിങ്ങളിത് ഇഷ്ടപ്പെടും. ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നുള്ളത് ഞാൻ വാക്ക് തരാം, ആ ഒരു ലക്ഷ്യം ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ചാപ്റ്റേഴ്സ് രസകരമായിട്ട് എടുക്കുന്നതും ക്വസ്റ്റ്യൻസ് തരുന്നതും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ട്രിക്സും അതൊക്കെ ഞങ്ങളുടെ കയ്യിലാണ്. പക്ഷെ ബാക്കിയുള്ള ഒരു ഊർജം, ഒരു ആവേശം എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഷുഡ് കം ഫ്രം വിത്തിൻ. മനസ്സിലായ മക്കളെ? കൂൾ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക്, അതിനുപരി കെമിസ്ട്രി ക്ലാസ്സിലേക്ക്. ഓക്കെ, ഇതിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാതിരിക്കാം. അറിയാത്ത മക്കൾക്ക്, പുതിയ മക്കൾക്ക് ഒരു സ്പെഷ്യൽ വെൽക്കം മക്കളെ. നിങ്ങൾ എന്തായാലും കറക്റ്റ് സമയത്താണ് എത്തിയത്. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു എന്ന എൻ്റെ അർത്ഥം, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ എന്തായാലും, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ഫസ്റ്റ് ക്ലാസ്. ഹെമിൻ സാർ അവിടെ വേറെ കെമിസ്ട്രി ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹെമിൻ സാറിന്റെ ഫസ്റ്റ് ക്ലാസ് റിഡോക്സ് ആയിരുന്നു മക്കളെ. എൻ്റെ ഫസ്റ്റ് ക്ലാസ് കെമിക്കൽ കൈനറ്റിക്സ് ആയിരുന്നു. ഇത് രണ്ടും നിങ്ങൾ കാണണം മക്കളെ. കെമിസ്ട്രിയോട് അനുബന്ധിച്ചാണ് ഞാൻ ഈ പറയണത്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ രണ്ടുപേരും എടുക്കുന്നത് എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഡെപ്തിലാണ് മക്കളെ. ദയവ് ചെയ്ത് വീഡിയോസ് കാണുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ ഫസ്റ്റ് കെമിക്കൽ കൈനറ്റിക്സിന്റെ എന്റെ സെഷൻസ് കാണാത്തവർ ദയവായി അത് കാണുക. റിഡോക്സ് റിയാക്ഷൻസ് ഹെമിൻ സാറിന്റെ കാണാത്ത സെഷൻസ് കാണാത്തവർ അത് കാണുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഫണ്ടമെന്റൽ ചാപ്റ്റേഴ്സ് ആണ്, അതുകൊണ്ട് പറയാണ്. ഓക്കെ, അപ്പോ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം മക്കളെ. പുതിയ മക്കൾക്കായിട്ട്. എൻ്റെ പേര് സുദർശൻ. നാട്ടിലെവിടെയാ? നാട്ടിൽ കൊച്ചിയിലാണ് മക്കളെ. ആലുവ ടു ബി പ്രിസൈസ്. പഠിച്ചതൊക്കെ ബിച്ച് പിലാനി, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോളേജ്. ഞാൻ ഇത് എടുത്ത് പറയണത്, എല്ലാ ക്ലാസ്സിലും എടുത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്കും ആ ഒരു ഊർജ്ജം വരാനാണ്. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ലൈഫ് എങ്ങനെയാ ചേഞ്ച് ചെയ്തിട്ട്, എങ്ങനെ ഹൗ വാസ് ഇറ്റ് എഫക്റ്റഡ് ബൈ ഗെറ്റിംഗ് ഇൻ ടു വൺ ഓഫ് ദ ഫൈനസ്റ്റ് കോളേജ്. എങ്ങനെ മാറി 360 ഡിഗ്രി ഫ്ലിപ്പ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു സെഷൻ വേണ്ടവർ, അതിനെക്കുറിച്ച് ഒരു നല്ല കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ എൻ്റെ ലൈഫ് എങ്ങനെ മാറും എന്ന് അറിയാനായിട്ട് ക്യൂരിയോസിറ്റി ഉള്ളവർ ദയവായി കമൻറ്റ് ചെയ്യുക. ദയവായി അങ്ങനെ ഒരു സെഷന് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഐ വിൽ ഡെഫിനറ്റ്ലി ലുക്ക് ഇൻ ടു ഇറ്റ്. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും. ഓക്കെ സെഷൻ. സോ ഡോണ്ട് ബി വറി അബൌട്ട് ദാറ്റ്. അപ്പൊ ആ ഒരു ഊർജ്ജം വരാനാണ്, ഒരു നല്ല കോളേജിൽ എത്തിപ്പെടാനുള്ള ഊർജ്ജം വരാനാണ് ഞാനിത് എപ്പോഴും പറയണത്. ഓക്കെ, ഏതെങ്കിലും ഒരു കോളേജിൽ പഠിച്ചാൽ പോരാ, ഒരു നല്ല കോളേജിൽ പഠിക്കണം. അത് എന്ത് പഠിച്ചാലും, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ സിനിമാ പഠിത്തം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്സ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പഠിക്കുമ്പോൾ നല്ലൊരു കോളേജിൽ പഠിക്കാൻ ശ്രമിക്കുക. യു ഗിവ് യുവർ 100% എഫേർട്ട്. ഓക്കെ, ഞാനിത് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയും, നിങ്ങളുടെ തലയിൽ അത് കയറണവരെ. ഓക്കെ, അപ്പോ നമുക്ക് ഇത് മൂന്നും അറിയാലോ. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, തമ്മിലടിക്കാൻ പാടില്ല. ഓക്കെ, ഫൈൻ. സോ ദാറ്റ് യു ഹെൽപ്പ് അസ് ഗ്രോ. ഞങ്ങളുടെ വേദാന്തു ഫാമിലി ഗ്രോ ചെയ്യാനായിട്ട്, ഞങ്ങളുടെ എന്നല്ല നമ്മുടെ കാര്യം, ഇത് കാണുന്നവരെല്ലാവരും നമ്മുടെ ഫാമിലി ആയി കഴിഞ്ഞു. സോ നമ്മുടെ ഫാമിലി ഗ്രോ ചെയ്യാനായിട്ട് പ്ലീസ് ഡു ഹെൽപ്പ് അസ്. ഓക്കെ, അതിനുവേണ്ടി ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. ഓക്കെ, ഫൈൻ, കൂൾ. നമുക്കിനി കാര്യത്തിലോട്ട് കിടക്കണ്ടേ മക്കളെ. നിങ്ങളൊക്കെ ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്നുണ്ടാവും, ഇനി എന്താണ് സാറ്, ഇനി എന്താണ്? കെമിക്കൽ കൈനറ്റിക്സ് കഴിഞ്ഞു, അതിന്റെ കലാശക്കൊട്ട് കഴിഞ്ഞു, ഇനി എന്താണ്? ദ നെക്സ്റ്റ് ചാപ്റ്റർ മൈ ഡിയർ സ്റ്റുഡൻസ്,
The next chapter, my dear students, ഞാൻ പറഞ്ഞു തരാം. The next chapter, my dear students, ഇന്നൊരു പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങുന്നത്. മക്കളെ. ഇന്നൊരു പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങുന്നത്. And the chapter is ഒരു മിനിറ്റ് മക്കളെ. And the chapter is 11th ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ആണ്, 11th ഒരു ചാപ്റ്റർ ആണ് മക്കളെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെയധികം ഫണ്ടമെന്റൽസ് നിറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് ദ ചാപ്റ്റർ ഇസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഓക്കെ, വളരെയധികം ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ഫണ്ടമെന്റൽ ചാപ്റ്റർ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കുറവായിരിക്കും, മാത്സ് ടു മാത്സ് 2 ക്വസ്റ്റ്യനും വന്നിരിക്കും മാത്സ് ടു മാത്സ്. പക്ഷെ ഇൻഡയറക്ട്ലി ഇതിന്റെ ആപ്ലിക്കേഷൻ ഫിസിക്കൽ കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്ററിലും ഉണ്ട്. അതിപ്പോ നിങ്ങൾ തെർമോഡൈനാമിക്സ് എടുത്തോ, തെർമോഡൈനാമിക്സ് ഇതിന്റെ ഒരു വലിയ ആയിട്ട് വരും ഫിസിക്കൽ കെമിസ്ട്രിയിൽ. ഇക്വിലിബ്രിയം എടുത്തോളൂ, ഇലക്ട്രോ കെമിസ്ട്രി എടുത്തോളൂ 12th, അല്ലെങ്കിൽ കെമിക്കൽ കൈനറ്റിക്സ് എടുത്തോളൂ. എവിടെയൊക്കെ ഗേഷ്യസ് സ്റ്റേറ്റിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ അവിടെയൊക്കെ ദിവന്റെ ആപ്ലിക്കേഷൻസ് വരും. കാര്യം നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നാണ് പേര് അങ്ങനെയാണെങ്കിലും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോണത് ഗേഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. കാര്യം ലിക്വിഡ്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫിസിക്സിൽ ഓൾറെഡി പഠിച്ചു കാണും. സോളിഡ്സിനെ കുറിച്ച് 12th നിങ്ങൾ കൂടുതൽ പഠിക്കും, സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഗ്യാസസിനെ കുറിച്ച് അറിയാൻ പോകുന്നത്. ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാസസിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ ഉണ്ടല്ലോ. ഒരു ബലൂൺ എടുക്കുകയാണ്, അവിടെ തൊട്ടുണ്ട്. ഒരു ബലൂണിൽ എന്താണ്? എയർ. ഇറ്റ്സ് എ ഗ്യാസ്, ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. നിങ്ങൾ റോക്കറ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കാറിന്റെ എഞ്ചിൻ എടുക്കുകയാണ്, അവിടെ നടക്കുന്നത് എന്താണ്? ഫ്യൂവൽ ബേൺ ആയ ഗ്യാസസ് ഫോം ചെയ്യുന്നു. ആ ഗ്യാസസിന്റെ എക്സ്പാൻഷനും കംപ്രഷനും കൊണ്ട് പിസ്റ്റൺ മൂവ് ചെയ്യണു. ആ പിസ്റ്റൺ മൂവ് ചെയ്യുമ്പോൾ എഞ്ചിൻ മൂവ് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഒരു ബലൂണിൽ തുടങ്ങി അങ്ങ് ഒരു കാറിന്റെയോ അല്ലെങ്കിൽ ഒരു എഞ്ചിന്റെയോ വരെയും ആപ്ലിക്കേഷൻസിൽ ഗ്യാസസ് വരുന്നു. സോ വി നീഡ് ടു നോ അബൌട്ട് ഗ്യാസസ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ടു നോ അബൌട്ട് ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 2 ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബോയിൽസ് ലോ മൈ ഡിയർ സ്റ്റുഡൻസ്, രണ്ടാമത് ചാൾസ് ലോ. ഇത് രണ്ടുമായിരിക്കും നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന 2 മേജർ ടോപ്പിക്സ്. ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന 2 മേജർ ടോപ്പിക്സ് ആയിരിക്കും ഇത്. അപ്പൊ നമുക്ക് കിടക്കാം. എല്ലാവരും റെഡി ആവുക. എന്തിന്? ബുക്ക് എടുക്കുക, പെന്നെടുക്കുക. ഡൗട്ടുകൾ വരുമ്പോൾ പ്ലീസ് നോട്ട് ഡൗൺ, എന്നിട്ട് അത് കമന്റ് ബോക്സിൽ ഇടുക. ഒന്നില്ലെങ്കിൽ സ്വയം തീർക്കാൻ നോക്കുക. ഡൗട്ട്സ് ഒന്ന് ആലോചിച്ച് 1-2-3 മിനിറ്റ് ആലോചിച്ച് സ്വയം തീർക്കാൻ നോക്കുക. എന്നിട്ട് നടന്നില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഐ വിൽ ബി ദേർ. ഒരു രക്ഷകനെ പോലെ എന്നും ഉണ്ടാവും. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് കിടക്കാം മക്കളെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന സംഭവ ബഹുലമായ ചാപ്റ്ററിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഫണ്ടമെന്റലി ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ഗ്യാസസ്. ഞാൻ പറഞ്ഞു നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഗ്യാസസിനെ കുറിച്ചാണ്. ഈ ഗ്യാസസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഗ്യാസിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് there are 3 വേരിയബിൾസ്. അതായത് നമ്മളെ കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ പറയില്ല നമ്മുടെ പേര്, അഡ്രസ്സ്, അല്ലെ പഠിച്ച കോളേജ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് ഒരു ഗ്യാസിന്റെ മെയിൻ 3 പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? മെയിൻ 3 കേട്ടോ. ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷെ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന 3 ടേംസ് ആണ് പ്രഷർ, വോള്യം, ടെമ്പറേച്ചർ. പ്രഷർ, വോള്യം, ടെമ്പറേച്ചർ. ഇത് 3 നിങ്ങൾ മുമ്പ് കേട്ട് കാണും. പ്രഷർ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മക്കളെ. പ്രഷർ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട്
It is nothing but force per unit area. It is nothing but force per unit area. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. പക്ഷെ ഒരു ഗ്യാസിന്റെ പ്രഷർ, ഒരു ഗ്യാസ് എവിടെയായിരിക്കും പ്രഷർ അപ്ലൈ ചെയ്യുക? ഇപ്പൊ നമ്മളൊരു കണ്ടെയ്നറിൽ, ഒരു സിലിണ്ടറിൽ ഒരു ഗ്യാസിനെ കൊണ്ടിട്ടു. നമ്മളൊരു സിലിണ്ടറിൽ ഒരു ഗ്യാസിനെ കൊണ്ടിട്ടാൽ ഹൗ ഡു യു തിങ്ക് ദ ഗ്യാസ് പാർട്ടിക്കിൾസ്, എങ്ങനെയായിരിക്കും ആ ഗ്യാസ് പാർട്ടിക്കിൾസ് പ്രഷർ അപ്ലൈ ചെയ്യുക? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയാണ് ചോദിക്കേണ്ടത് ആക്ച്വലി. എന്തുകൊണ്ടായിരിക്കും ആ ഗ്യാസ് പാർട്ടിക്കിൾസ് പ്രഷർ അപ്ലൈ ചെയ്യുക? ബിക്കോസ് ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ ലൈക്ക് നോട്ടി കിഡ്സ്, കുറുമ്പുള്ള കുറെ കുട്ടികളെ പോലെയാണ് ഗ്യാസ് പാർട്ടിക്കിൾസ്. അതായത് നിങ്ങൾ ഈ പാർട്ടിക്കിൾസ് എടുത്താൽ അത് വളരെയധികം സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഈ മൂവ്മെന്റിൽ when they collide with the walls, അത് വാൾസ് ആയിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ, എന്തിന്റെ, ഈ കണ്ടെയ്നറിന്റെ വാൾസ് ആയിട്ട് അത് കൊളൈഡ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാവും. ഇടിച്ച് തട്ടി തിരിച്ചു വരിക എന്നൊക്കെ പറയില്ലേ, ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാവുമ്പോൾ ഫോഴ്സ് ഉണ്ടാവുമ്പോൾ പെർ യൂണിറ്റ് ഏരിയ എടുത്താൽ പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിനെയാണ് നമ്മൾ gaseous pressure എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്യാസിന്റെ പ്രഷർ. The pressure that it exerts on the walls of a container. The pressure that it എന്ന് ഉദ്ദേശിക്കുന്നത് gas molecules. Okay, the pressure that the gas molecules exerts on the walls of a container is called as gaseous pressure. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, സാർ ഈ gaseous pressure എപ്പോഴും എല്ലാ വാൾസിലും സെയിം ആയിരിക്കുമോ? എല്ലാ വാൾസിലും സെയിം ആയിരിക്കും, അതായത് ഈ വാളിലും ഈ മേളത്തെ വാളിലും താഴത്തെ വാളിലും സെയിം ആയിരിക്കുമോ? ഫോർ കൺവീനിയൻസ് നമ്മളത് സെയിം ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, നമ്മളത് സെയിം ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ഒന്ന് കൂട്ടിക്കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വാൾസിലും ഓൾമോസ്റ്റ് സെയിം പ്രഷർ തന്നെയാണ് ഗ്യാസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിൽ ഗ്യാസ് ഇടുകയാണെങ്കിൽ അതിന്റെ എല്ലാ വാൾസിലും സെയിം പ്രഷർ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഗ്യാസിന് നമ്മൾ ഒറ്റ പ്രഷറേ പറയുന്നുള്ളൂ. ഒരു കണ്ടെയ്നറിലെ ഗ്യാസിന് 2-3 പ്രഷറായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല ഫോർ കൺവീനിയൻസ് സേക്ക്. ഓക്കെ മക്കളെ, ഇനി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പ്രഷറിന്റെ യൂണിറ്റ്സ്. The unit of SI unit of pressure എന്താണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. It's Newton per meter square. Newton എന്താണ്? Force per meter square, that is area. Newton per meter square, അതിനെ പാസ്കൽ എന്നും വിളിക്കാം. Newton per meter square തന്നെയാണ് പാസ്കൽ, the SI unit of pressure. ഇനി അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ കുറെ യൂണിറ്റ്സ് കാണും, പക്ഷെ അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് കോമൺലി യൂസ് യൂണിറ്റ് ആയിരിക്കും 1 ATM, അറ്റ്മോസ്ഫിയർ എന്ന് പറയും. ATM വളരെയധികം കോമൺലി യൂസ്ഡ് പ്രഷർ യൂണിറ്റ് ആണ്. 1 ATM is equal to 1.01325 into 10 power 5 Newton per meter square. അപ്പൊ ഈ കൺവേർഷൻ ഫാക്ടേഴ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ യു ഷുഡ് നോ ദിസ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതി വെച്ചേക്കുന്നത്. ഇത് വളരെയധികം ഫണ്ടമെന്റൽ സംഭവങ്ങളാണ്. 1.01325 ബാർ ഒരു വേറൊരു യൂണിറ്റ് ആണ് പ്രഷറിന്റെ. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ് സിമ്പിൾ ആക്കാനായിട്ട് 1 ATM is approximately equal to 1 bar. ഈ 1.01325 അപ്രോക്സിമേറ്റ്ലി 1 bar ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് പ്രോബ്ലംസിൽ സിമ്പിൾ ആക്കാനായിട്ട്. പക്ഷെ ആക്ച്വൽ കൺവേർഷൻ ഇതാണ് മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 760 millimeter mercury. അത് വേറൊരു യൂണിറ്റ് ആണ് മക്കളെ, 760 millimeter mercury. അത് വേറൊരു യൂണിറ്റ് ആണ് മക്കളെ പ്രഷറിന്റെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ ഈ മില്ലിമീറ്റർ മെർക്യൂറി, മില്ലിമീറ്റർ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് അല്ലേ, അതെങ്ങനെ പ്രഷറായി? അറിയാവുന്നവർ താഴത്ത് കമന്റ് ചെയ്യുക. ഈ 760 millimeter mercury എങ്ങനെ പ്രഷറിന്റെ യൂണിറ്റ് ആയി അറിയാവുന്നവർ താഴത്ത് കമന്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ വക അതൊരു കുതിരപ്പവൻ ഉണ്ടാവും എല്ലാവർക്കും. കറക്റ്റ് ആയിട്ട് പറഞ്ഞവർക്ക് എല്ലാവർക്കും എൻ്റെ വക ഒരു കുതിരപ്പവൻ ഉണ്ടാവും. ഓക്കെ ഫൈൻ. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 760 torr. 760 millimeter mercury എന്ന് പറഞ്ഞാൽ 760 torr. So 1 ATM is 1.01325 into 10 power 5 Newton per meter square or 1.01325 bar or 760 millimeter mercury or 760 torr. ഓക്കെ, അപ്പൊ ഇന്റർ കൺവേർഷൻസ് വളരെയധികം എളുപ്പമാക്കാനാണ് ഇത് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി വോള്യം
വോളിയം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഒന്നും പറയൊന്നും വേണ്ട. അതായത് നിങ്ങളൊരു കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ, ലെറ്റസ് സേ അതൊരു 2 ലിറ്റർ കണ്ടെയ്നർ ആണെങ്കിൽ, ഒരു 2 ലിറ്റർ കണ്ടെയ്നർ ആണെങ്കിൽ, എന്നിട്ട് അതിലൊരു ഗ്യാസിനെ ഇട്ടാൽ ആ ഗ്യാസ് പാർട്ടിക്കിൾസിന് മൊത്തം മൂവ് ചെയ്ത് നടക്കാനായിട്ട് എത്ര വോളിയം ഉണ്ട്? The space available for the gas particles to move around 2 ലിറ്റർ ആയിരിക്കും. പക്ഷെ ഇതില് ചെറിയൊരു തിരുത്ത് വരും ഭാവിയിൽ. ഈ ചാപ്റ്ററിൽ തന്നെ ചെറിയൊരു തിരുത്ത് വരും. ഓക്കെ, അത് നിങ്ങൾ ഒരു 2-3 ടോപ്പിക് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇപ്പൊ പറയണം, നിങ്ങളൊരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസിനെ നിറച്ചാൽ ആ കണ്ടെയ്നറിന്റെ വോളിയം ആയിരിക്കും വോളിയം ഓഫ് ദ ഗ്യാസ്. ദാറ്റ് ഇസ് ദ സ്പേസ് അവൈലബിൾ ഫോർ ഇറ്റ് ടു മൂവ് അറൗണ്ട്. പക്ഷെ ചെറിയൊരു തിരുത്ത് വരും, ചെറിയൊരു ഒരു കറക്ഷൻ വരും ഈ ഒരു ഡെഫിനിഷന്. ആ കറക്ഷൻ ഞാൻ ഇപ്പൊ എന്തുകൊണ്ടാ പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി അറിയണം ഗ്യാസസിനെ കുറിച്ച്. അതൊരു 3-4 ടോപ്പിക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഫോർ ദ ടൈം ബീയിങ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഇസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ്. അതൊരു 10 ലിറ്റർ കണ്ടെയ്നറിൽ കൊണ്ടിട്ടാൽ 10 ലിറ്റർ ആയിരിക്കും. 5 ലിറ്റർ കണ്ടെയ്നറിൽ കൊണ്ടിട്ടാൽ 5 ലിറ്റർ ആയിരിക്കും വോളിയം ഓഫ് ദ ഗ്യാസ്. 2 ലിറ്ററിൽ കൊണ്ടിട്ടാൽ 2 ലിറ്റർ ആയിരിക്കും വോളിയം ഓഫ് ദ ഗ്യാസ്. മനസ്സിലായോ? ഫൈനലി വി ഹാവ് അതിന് മുമ്പ് SI യൂണിറ്റ് ഓഫ് വോളിയം എന്താ മക്കളെ? മീറ്റർ ഇൻറ്റു മീറ്റർ ക്യൂബ്. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ വൺ ഓഫ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് യൂണിറ്റ് ഓഫ് വോളിയം ആയിരിക്കും ലിറ്റർ. ഓക്കെ, വളരെയധികം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോണത് ലിറ്റർ ആയിരിക്കും. എന്നാലും അതിന്റെ ഇന്റർ കൺവേർഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 1000 milliliter. That is equal to 10⁻³ meter cube, which is equal to 1 decimeter cube. Abba 1 liter is equal to 1 decimeter cube. മറക്കല്ല മക്കളെ. That is equal to 1000 centimeter cube. ചേട്ടനിയന്മാര് മൊത്തം ഉണ്ട്. സെന്റിമീറ്റർ ഉണ്ട്, ഡെസിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, പിന്നെ മില്ലി ലിറ്റർ ഉണ്ട്, ലിറ്റർ ഉണ്ട്. ഈ കൺവേർഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം മക്കളെ, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റിന്റെ തിയറി ഭയങ്കര എളുപ്പമായിരിക്കും. ചിലപ്പോൾ ഈ ഇന്റർ കൺവേർഷൻസ് കാരണം, യൂണിറ്റിന്റെ ഇന്റർ കൺവേർഷൻസ് കാരണം നിങ്ങൾ പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ മറക്കരുത്. നൗ വി ഗോ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്താന്ന് ഞാൻ പറയണ്ട. ഇറ്റ്സ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, അല്ലെ? എത്ര ചൂടുണ്ടെന്ന് അറിയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെട്രിക് ആണ് ടെമ്പറേച്ചർ. അതിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ് മക്കളെ, അല്ലെ? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, അതിനെ എങ്ങനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാം? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്. TK എന്ന് ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15, അല്ലെ? അപ്പൊ ഇപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് എത്ര കെൽവിൻ ആണ്? 273.15. നിങ്ങൾ ഇവിടെ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് 0 ആണെന്ന് വരിക. അപ്പൊ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ എത്ര? 273.15. അതേപോലെ തന്നെ വേറെ ഒന്നാണ് ഫാരൻ ഹീറ്റ്. ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്നും വിളിക്കും, വെറുതെ ഫാരൻ ഹീറ്റ് എന്നും വിളിക്കും. നമ്മുടെ സിലബസിൽ അധികം യൂസേജ് വരുന്നില്ല ഫാരൻ ഹീറ്റിന്റെ, ബട്ട് എനിവേ അതും ഒരു യൂണിറ്റ് ആണ്. ടെമ്പറേച്ചർ ഇൻ ഫാരൻ ഹീറ്റ് ഇസ് ഈക്വൽ ടു 9/5 ടൈംസ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. 9/5 ടൈംസ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഓക്കെ, അപ്പൊ ഇന്റർ കൺവേർഷൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ചോദിക്കും, സാറേ പ്രഷറിൽ ATM ആണ് ഏറ്റവും കൂടുതൽ യൂസ് ആവണത് ഈ ചാപ്റ്ററിൽ, വോളിയത്തിൽ ലിറ്റർ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ആവണത് ഈ ചാപ്റ്ററിൽ, ടെമ്പറേച്ചറിൽ കെൽവിൻ ആയിരിക്കും മക്കളെ ഏറ്റവും കൂടുതൽ യൂസ് ആവണത്. ഓക്കെ, ഇനിയിപ്പോ അഥവാ ഡിഗ്രി സെൽഷ്യസോ ഫാരൻ ഹീറ്റോ തന്നാൽ തന്നെ നിങ്ങൾക്ക് കൺവേർഷൻ മനസ്സിലാവണം. അതിനു വേണ്ടിയാണ് ഇത് തന്നിരിക്കുന്നത്. സോ പ്ലീസ് നോട്ട് ദിസ് ഡൗൺ. നോട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സ്നാപ്ഷോട്ട് എടുക്കാം, ഓക്കെ, അല്ലെങ്കിൽ പിന്നെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ പോസ് ചെയ്ത് നോക്കിയാലും മതി. സോ ദിസ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ഇത് മൂന്നും ഒരു റിവിഷൻ പോലെയായിരുന്നു. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം മക്കളെ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഗ്യാസ് ലോസ്. ഒരു ഗ്യാസിനെ ഭരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗ്യാസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ചില ലോസ് ഉണ്ട്. അതനുസരിച്ച് ഒരു ഗ്യാസ് പ്രവർത്തിക്കൂ. അത് വിട്ടൊരു കളിയില്ല. അത് വിട്ടൊരു കളി ഉണ്ട് ചില എക്സെപ്ഷണൽ കേസസിൽ. പക്ഷെ ഈ ലോസ് ആണ് ഒരു ഗ്യാസിന്റെ പെരുമാറ്റം നിർണ്ണയിക്കുന്നത്. ഓക്കെ, ബേസിക്കലി ദ ഡിസ്ക്രൈബ് എ ഗ്യാസ്. എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ
അല്ലെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം മക്കളെ. ഗ്യാസ് ലോസ് 4 നമ്മൾ മെയിനായിട്ട് പഠിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ബോയിൽസ് ലോ. അതൊരു പ്രഷർ വോള്യൂം റിലേഷൻഷിപ്പ് ആണ്. അതായത് പ്രഷർ ഓഫ് ദ ഗ്യാസും വോള്യൂം ഓഫ് ദ ഗ്യാസും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ആണ്. ഓക്കെ, ചാൾസ് ലോ ടെമ്പറേച്ചറും വോള്യൂം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ആണ്. ഗേൽ-സാക്സ് ലോ പ്രഷറും ടെമ്പറേച്ചറും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ആണ്. അവോഗാഡ്രോസ് ലോ വോള്യവും എമൗണ്ട് ഓഫ് ഗ്യാസും, അതായത് നമ്പർ ഓഫ് മോൾസും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോ ആണ്. ഇത് 4 നമ്മൾ ഇന്ന് പഠിക്കില്ല. ഞാൻ പറഞ്ഞു നമ്മൾ 2 പഠിക്കുള്ളൂ ഇന്ന്. എല്ലാം പഠിക്കുക, എല്ലാം പഠിപ്പിച്ചു തരാം. Boyle's lawum Charles' lawum is what we are going to learn today. So all of you guys, no. ശരീരമൊക്കെ ഇളക്കി റെഡി ആയിട്ടിരുന്നോ? കാര്യം നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ലോ, മൈ ഡിയർ സ്റ്റുഡൻസ്, ഈസ് ബോയിൽസ് ലോ, പ്രഷർ വോള്യൂം റിലേഷൻഷിപ്പ്. എന്താ നോക്കാം മക്കളെ. Boyle's law states that at constant temperature the pressure of a fixed amount of gas is inversely related to volume. At constant temperature the pressure of a fixed amount of gas is inversely related to volume. അതായത് ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ നിങ്ങൾ ഫിക്സഡ് ആക്കി വെച്ചിട്ട് പിന്നെ അതിന്റെ നമ്പർ ഓഫ് മോൾസും, ഫിക്സഡ് എമൗണ്ട് എന്ന് ഉദ്ദേശിച്ചത് എന്താ? ഫിക്സഡ് എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണ്. അതായത് അതിന്റെ എമൗണ്ട്, അതിന്റെ മാസും കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ ആ കണ്ടെയ്നറിലേക്ക് കൂടുതൽ ഗ്യാസ് ഇടുകയോ ആ കണ്ടെയ്നറിൽ നിന്ന് ഗ്യാസ് എടുക്കുകയോ ചെയ്യുന്നില്ല. ആ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിന്റെ പ്രഷറും വോള്യവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു കണ്ടെയ്നർ നോക്കുകയാണ് നിങ്ങൾ. ഓക്കെ, ആ ഒരു ജിഫ് നിങ്ങൾ നോക്കൂ. So when you're compressing the gas, അതിന്റെ വോള്യൂം കുറയുന്നു. When you're expanding, അതിന്റെ വോള്യൂം കൂടുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? കംപ്രസ് ചെയ്യുമ്പോൾ മോളിക്യൂൾസ് എല്ലാം അടുത്തേക്ക് വരികയാണ്. അതിന്റെ പ്രഷർ കൂടും. അതിനധികം സ്ഥലമില്ല മൂവ് ചെയ്യാനായിട്ട്. അതപ്പോ എപ്പോ മൂവ് ചെയ്താലും മറ്റേ കണ്ടെയ്നറിൽ പോയി ഇടിച്ചുകൊണ്ടിരിക്കും. കാര്യം അത് നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ the gas only gets a സ്മോൾ വോള്യം. ആ സ്മോൾ വോള്യത്തിൽ അത് എപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കും വാൾസിന്. അപ്പൊ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത് കംപ്രസ് ചെയ്യുമ്പോൾ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന് കൂടുതൽ സ്ഥലമുണ്ട് മൂവ് ചെയ്യാനായിട്ട്, വോള്യൂം കൂടുന്നു, അപ്പൊ പ്രഷർ കുറയുന്നു. സോ അണ്ടർസ്റ്റാൻഡ്, യു ഇൻക്രീസ് പ്രഷർ when you compress it, then volume decreases. And when volume is increased, when it expands, pressure കുറയുന്നു. ഇതാണ് ബോയിൽസ് ലോ. ഇത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിരിക്കും when the temperature and number of moles is constant. ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞാൽ, ഒരു ബലൂൺ എടുത്തിട്ട് നിങ്ങൾ കംപ്രസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതൊന്ന് ചുരുങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം ഉള്ളിലുള്ള ഗ്യാസിന്റെ പ്രഷർ കൂടുന്നു. ആ പ്രഷർ കൂടുമ്പോഴാണ് അത് പൊട്ടുന്നത്. അല്ലേ മക്കളെ? ഫൈൻ. വേറൊരു സിമ്പിൾ, ഒരു സോഡ ബോട്ടിൽ എടുക്കുകയാണ്. ഒരു സോഡ ബോട്ടിൽ എടുത്തിട്ട് നിങ്ങൾ ഞെക്കാൻ നോക്കുകയാണ്, പറ്റണില്ല അല്ലെ? ഒന്ന് ഞെക്കുമ്പോഴേക്കും ഒരു പുതിയ പെപ്സിയുടെ ബോട്ടിൽ എടുത്ത് നിങ്ങൾ ഞെക്കുമ്പോഴേക്കും അത് തിരിച്ചു വരും. നിങ്ങൾക്ക് അങ്ങനെ ഞെക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ കുറച്ച് തുറന്നിട്ട് കുറച്ച് ഗ്യാസ് അതിൽ നിന്നെടുത്ത് കളയാണ്, എന്നിട്ട് ഒന്നും കൂടെ അടക്കുകയാണെങ്കിൽ എന്ത് ഞെക്കാൻ പറ്റും? അതിന്റെ പ്രഷർ കുറയുന്നു. അല്ലേ മക്കളെ? So basically എല്ലാവരും നോക്കുകയാണ്, this is what Boyle's law states. ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്താ നോക്കാം മക്കളെ. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്താ നോക്കാം. Pressure is inversely proportional to volume. Pressure is inversely proportional to volume. This is how you mathematically write it. When temperature and number of moles are kept constant. അതായത് number of moles എന്ന് ഉദ്ദേശിക്കുന്നത് amount ആണ്. മക്കളെ. Okay. So by introducing a constant k, നിങ്ങൾക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാം മക്കളെ. By introducing a constant k, നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. P is equal to k into 1 by v. അത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. P is equal to k by v. ഇനി വിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ we get PV is equal to k. ഈ k എന്താണ്? ഈ കോൺസ്റ്റന്റ് എന്താണ്? അത് മാറുമോ സാറേ? അത് എന്തിനെ അനുബന്ധിച്ചിട്ടാണ് ആ k ഇരിക്കുന്നത്? വാട്ട് ഡസ് ഇറ്റ് ഡിപ്പെൻഡ് ഓൺ എന്നുള്ളത് ഒരു സസ്പെൻസ് ആണ്.
ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് സസ്പെൻസുകളുണ്ട്, നിങ്ങളത് വരും ക്ലാസ്സുകളിലെ മനസ്സിലാക്കുള്ളൂ. ഈ കെയുടെ ആക്ച്വൽ ഇക്വേഷൻ എന്താണെന്നുള്ളത്, ഈ കെ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ പി വി ഇസ് ഈക്വൽ ടു കെ. എപ്പോൾ ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടും നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആയിട്ടും വെക്കുകയാണെങ്കിൽ പി ഇൻറ്റു വി ഇസ് എ കോൺസ്റ്റന്റ്. അതായത് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ഇൻറ്റു വോള്യൂം ഇസ് എ കോൺസ്റ്റന്റ്. അതായത് P1 V1 ഇസ് ഈക്വൽ ടു P2 V2. ഇപ്പൊ ഇനീഷ്യൽ പ്രഷർ ഓഫ് gas is P1, initial volume is V1, the product will be a constant. അത് നിങ്ങൾ ഫൈനൽ പ്രഷർ P2 ഫൈനൽ വോളിയം V2 ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെ ഇങ്ങനെയും എഴുതാം, ഈ P2 നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, V1 നെ അങ്ങോട്ട് കൊണ്ടുവരാം. P1 by P2 is equal to V2 by V1. Okay, my dear students. So this is Boyle's law. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ മറക്കരുത്. ബോയിൽസ് ലോന് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളത് only happens when temperature is kept constant. മനസ്സിലായോ? and number of moles is kept constant. മനസ്സിലായോ? അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് മാറുകയാണെങ്കിൽ ഈ ഇക്വേഷൻ വർക്ക് ആവില്ല. അത് നിങ്ങൾ മറക്കരുത്. Got it? ഇനി ബോയിൽസ് ലോ ഗ്രാഫ്സ്, അതായത് ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ തരുകയാണെങ്കിൽ മിക്കപ്പോഴും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്രാഫ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഗ്രാഫ്. വാട്ട് ഈസ് ദ ഗ്രാഫ് റിലേറ്റഡ് ടു ദാറ്റ്? സോ നോക്കുക മക്കളെ, കുറെ ഗ്രാഫുകളുണ്ട്. അതിൽ ദ ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു ആദ്യത്തെ രണ്ട് ഇമ്പോർട്ടന്റ് ഗ്രാഫ്സ് ആണ് ഇവിടെ നിങ്ങളുടെ മുമ്പിലുള്ളത്. പ്രഷർ വേഴ്സസ് വോള്യൂം ഗ്രാഫ്. എല്ലാവരും നോക്കുക. ആദ്യം ഇങ്ങോട്ട് നോക്കണതിന് മുമ്പ് എന്റെ പെൻ നോക്കുക. പ്രഷർ വേഴ്സസ് വോള്യൂം ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ യു നോ ദാറ്റ് പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. പി വി ഇസ് ഈക്വൽ ടു കെ അല്ലെ? അപ്പൊ പ്രഷർ വേഴ്സസ് വോള്യൂം ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അറ്റ് എ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. വി നോ ദാറ്റ് ദിസ് ഹാപ്പൻസ് ഓൺലി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. സോ ദ ഗ്രാഫ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും ഗ്രാഫിന്റെ ഷേപ്പ് വരിക. മക്കളെ. ഇങ്ങനെയായിരിക്കും ഗ്രാഫിന്റെ ഷേപ്പ് വരിക. ആൻഡ് ദിസ് ഗ്രാഫ്, ഈ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് is actually called as a hyperbola. ഇതൊരു ഹൈപ്പർബോളയാണ്. അതൊരു മാത്തമാറ്റിക്കൽ ടേം ആണ്. That is the shape of the graph. Okay, hyperbola is the shape of the graph. അതായത് വോള്യൂം ചെറുതാവുമ്പോൾ പ്രഷർ വലുതാണ്. ഇനി പ്രഷർ നിങ്ങൾ ചെറുതാക്കുകയാണെങ്കിൽ ദേ നോക്കൂ, വോള്യൂം ഇൻക്രീസ് ആവുന്നു. So they are inversely proportional. Okay, my dear students. ഇനി അത് തന്നെ 3-4 ടെമ്പറേച്ചറിൽ പ്ലോട്ട് ചെയ്യാണ്. അതായത് നിങ്ങൾ നോക്കുക, പ്രഷർ വേഴ്സസ് വോള്യൂം. നിങ്ങളിപ്പോ 200 കെൽവിൻ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് 1 റെക്ടാംഗുലർ ഹൈപ്പർബോള. ഓക്കെ, റെക്ടാംഗുലർ ഹൈപ്പർബോളയാണ് കറക്റ്റ് ടേം. ഹൈപ്പർബോള എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് 1 ഹൈപ്പർബോള. ഇനി 400 ആണെങ്കിൽ അത് വേറൊരു ഹൈപ്പർബോള, വേറൊരു ഗ്രാഫ് കിട്ടും. ഇനി 600 ആണെങ്കിൽ അത് വേറൊരു ഗ്രാഫ് കിട്ടും. ഇനി 700 ആണെങ്കിൽ വേറൊരു ഗ്രാഫ് കിട്ടും. 800 ആണെങ്കിൽ വേറൊരെണ്ണം കിട്ടും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളൊരു കാര്യം നോക്കുന്നുണ്ടാവും, നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തോ. if this is T1, ഫസ്റ്റ് ഗ്രാഫ് T1 ആണ്, സെക്കൻഡ് ഗ്രാഫ് T2 ടെമ്പറേച്ചർ ആണ്, തേർഡ് ഗ്രാഫ് T3 ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രാഫ് T1 ടെമ്പറേച്ചറിൽ നിങ്ങൾ പ്ലോട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. സെക്കൻഡ് ഗ്രാഫ് T2, തേർഡ് ഗ്രാഫ് T3. വി ക്യാൻ ഫ്രം ദ ഗ്രാഫ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, T3 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T1. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാർ അതെങ്ങനെ മനസ്സിലായി? അതിപ്പോ ഇവിടെ തന്നോണ്ടല്ലേ സാറിന് മനസ്സിലായത്? അല്ല, വെറുതെ നോട്ടെത്തിന്ന് തന്നെ മനസ്സിലാവും. അതായത് ഞാൻ ഇനിയിപ്പോ ഈ വേറൊരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഇതിന്റെ മേളിൽ ഒരു ഹൈപ്പർബോള വരയ്ക്കുകയാണെങ്കിൽ, ഇതിന്റെ മേളിൽ ഇങ്ങനെ ഒരു ഹൈപ്പർബോള വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് T4 ടെമ്പറേച്ചർ വിൽ ബി ഗ്രേറ്റർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാർ അതെങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞില്ലേ, അതൊരു സസ്പെൻസ് ആണ്. നിങ്ങൾക്കത് നെക്സ്റ്റ് ക്ലാസ്സിലേ മനസ്സിലാവുള്ളൂ. കാര്യം ഇപ്പൊ എനിക്കത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല.
നിങ്ങൾ കുറച്ചും കൂടി അറിയാനുണ്ട്. അതെന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നേരെ കുറച്ച് ഞാൻ ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുകയാണ്. എവിടെ ഇങ്ങനെ ഒരു ഹൈപ്പർബോള വരയ്ക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ ഹൈപ്പർബോളയുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചറിന്റെ വലിപ്പവും ചെറുപ്പവും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഏറ്റവും എന്താ പറയാ ഒരു സ്റ്റീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആക്സിസിനോട് അടുത്തേക്കുള്ള ഹൈപ്പർബോള ടെമ്പറേച്ചർ ഏറ്റവും ലോവസ്റ്റ് ആയിരിക്കും. മേളോട്ട് പോകും തോറും ടെമ്പറേച്ചർ കൂടുന്നു. എന്തുകൊണ്ടാണ് സാറേ? അത് എങ്ങനെ മനസ്സിലായി സാറേ? സസ്പെൻസ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ദ ഷേപ്പ് ഓഫ് ദിസ് ഗ്രാഫ്. ഇനി നമുക്ക് പ്രഷർ വേഴ്സസ് 1/v നോക്കാം. പ്രഷർ വേഴ്സസ് 1/v നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നു. അതെങ്ങനെയാ സാറേ പ്രഷർ വേഴ്സസ് 1/v നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത്? വളരെ സിമ്പിൾ ആണ് മക്കളെ. വി നോ ദാറ്റ് എന്തറിയാം? നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. പ്രഷർ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് K/V അല്ലെ? ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. പ്രഷർ ഇസ് ഈക്വൽ ടു K into 1/v and this resembles y equal to mx എന്ന സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിന് ഒരു ഫണ്ടമെന്റൽ സംഭവമാണ്. y equal to mx എന്ന് വെച്ചാൽ എന്താ? y equal to mx is nothing but a straight line passing through x-axis. y equal to passing through origin. x-axis അല്ല, passing through origin. y equal to mx എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ 9ലോ 10ലോ പഠിച്ചിട്ടുണ്ട്. y equal to mx എന്ന് വെച്ചാൽ it's a straight line graph അല്ലെ? ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനെയാണ് P equal to K into 1/v will be a straight line graph. അതായത് പ്രഷർ നിങ്ങൾ y ആക്സിസിലും 1/v നിങ്ങൾ x ആക്സിസിലും ഇടുകയാണെങ്കിൽ you will get a straight line graph. For different temperatures you will get different straight lines. അതായത് T1 ടെമ്പറേച്ചറിൽ നിങ്ങൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ ബോയിൽസ് ലോ എപ്പോഴും ഒറ്റ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുള്ളൂ. ഒരു ടെമ്പറേച്ചർ ഫിക്സഡ് ആണെങ്കിൽ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ T1 ടെമ്പറേച്ചറിൽ പ്രഷറും 1/v നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ലൈൻ കിട്ടും. അതിന്റെ the angle that it makes will be let's say theta. ഇനി പ്രഷറും 1/v T2 നിങ്ങൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ആംഗിൾ കിട്ടും. ഇപ്പൊ ഇത് θ1 എടുക്കുകയാണ്, ഇത് θ2 എന്ന് എടുക്കുകയാണ്. കണ്ട ലൈനിന്റെ സ്ലോപ്പ് മാറി ഏത് ടെമ്പറേച്ചർ മാറ്റുമ്പോൾ. ഇനി പ്രഷറും 1/v വേറൊരു ടെമ്പറേച്ചറിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ തന്നെ കിട്ടും, പക്ഷെ സ്ലോപ്പ് മാറും. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇതിന്റെ സ്ലോപ്പ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം T3 greater than T2 greater than T1. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ അതെങ്ങനെ മനസ്സിലായി? ഈ സ്ലോപ്പും ടെമ്പറേച്ചറും തമ്മിൽ എന്താ സാറേ വ്യത്യാസം? എന്താണ് റിലേഷൻഷിപ്പ്? അതെങ്ങനെ മനസ്സിലായി? അതായത് നമുക്ക് ഇങ്ങനെ 3 ഗ്രാഫ് തരുവാണെങ്കിൽ എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിക്കുക. ദിസ് ഇസ് പ്ലോട്ടഡ് ഇൻ ടെമ്പറേച്ചർ T3, ദിസ് ഇസ് ഇൻ T2, ദിസ് ഇസ് ഇൻ T1. പ്രഷർ വേഴ്സസ് 1/v ഗ്രാഫ് ആണ്. പ്രഷർ വേഴ്സസ് 1/v ഗ്രാഫ് T3, T2, T1. T3, T2, T1 പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഒന്നും കൂടെ പറഞ്ഞുതരാൻ. T3, T2, T1 T3 ഇവിടെ, T2 ഇവിടെ, T1 ഇവിടെ 3 ഗ്രാഫ് അങ്ങനെ തരുകയാണെങ്കിൽ വെറുതെ നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും that T3 is greater than T2 which is greater than T1. അതെങ്ങനെ? സസ്പെൻസ് ആണ്. അടുത്ത ക്ലാസ് കാണാൻ മറക്കരുത്. കാര്യം ഇപ്പൊ പറയാനായിട്ട് എനിക്ക് മടിയുണ്ടായിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത് പ്രഷർ വേഴ്സസ് 1/v will be a straight line graph. പ്രഷർ വേഴ്സസ് 1/v is a straight line graph. അത് ടെമ്പറേച്ചർ മാറ്റുമ്പോൾ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് മാറുന്നു. അതേപോലെ തന്നെ പ്രഷർ വേഴ്സസ് v is a hyperbola. അത് ടെമ്പറേച്ചർ മാറ്റുമ്പോൾ അതിന്റെ പൊസിഷൻസും മാറുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, മനസ്സിലായോ മക്കളെ? മറക്കരുത്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ഇതിന്റെ ഒരു വലിയ ടേം തന്നെ ഉണ്ട്, തെർമോഡൈനാമിക്സ്. ഓക്കെ, ഇതിലും കൂടുതൽ ഇതിന്റെ തന്നെ ആപ്ലിക്കേഷൻസും വരും അവിടെ. അപ്പൊ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, മറക്കരുത്. ഓക്കെ,
ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ ഈ രണ്ട് ഗ്രാഫ് ഉള്ളോ അതോ ഇനിയും ഗ്രാഫ് ഉണ്ടോ? ഇനിയും ഗ്രാഫ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. എല്ലാവരും നോക്കുക മക്കളെ, എല്ലാവരും നോക്കുക. എങ്ങനെയൊക്കെ നിങ്ങളെ അവർക്ക് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, എങ്ങനെയൊക്കെ നിങ്ങളെ അവർക്ക് കുഴിയിൽ ചാടിക്കാന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഗ്രാഫ് കണ്ടു, പ്രഷർ വേഴ്സസ് വോള്യൂം, പ്രഷർ വേഴ്സസ് 1/v നിങ്ങൾ കണ്ടു. ഓക്കെ, ഇനി ഞാൻ വേറൊരെണ്ണം കാണിച്ചു തരാം മക്കളെ. ഇപ്പൊ നിങ്ങൾക്കറിയാം ഫ്രം ബോയിൽസ് ലോ എന്തറിയാം? that PV is equal to a constant. At condition മറക്കരുത് മക്കളെ, at constant temperature and number of moles. ഈ കണ്ടീഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിന്ന് കുറേ ഗ്രാഫ് ഉണ്ടാക്കി തരാം ഞാൻ വേറൊരെണ്ണം കാണിച്ചത്. നമ്മൾ ലോഗരിതം ബോത്ത് സൈഡ്സ് എടുക്കുകയാണെന്ന് വരിക. log of PV is equal to log of K. Okay, ഈ log of PV എന്താ? using the properties you can say it is log of P plus log of V. log of P plus log of V is equal to log of K. Okay, മനസ്സിലായോ? ഇനി log of P എന്താണ് മക്കളെ? log of P is equal to log of K minus log of V. Okay മക്കളെ, മനസ്സിലായോ? Now this also can be compared to y is equal to c plus mx. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. ഇവിടെ y എന്താണ്? log of p. ഇവിടെ y എന്താണ് മക്കളെ? log of p, my dear students. ഇവിടെ y നമ്മൾ log of p ആയിട്ട് വെക്കുന്നു, x നമ്മൾ log of v ആയിട്ട് വെക്കുന്നു. ഓക്കെ, അപ്പോ y ഇന്റർസെപ്റ്റ്, c എന്ന് ഉദ്ദേശിക്കുന്നത് y ഇന്റർസെപ്റ്റ് ആണ്. 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊരു y ഇന്റർസെപ്റ്റ് ആണ്. അവിടുന്ന് ദിവനിങ്ങനെ താഴ്ത്തോട്ട് വരും. because this can be compared to a straight line equation. ഇവിടെ സ്ലോപ്പ് എന്താണ് മക്കളെ? സ്ലോപ്പ് is equal to m ആണ് സ്ലോപ്പ്, that is equal to -1. സ്ലോപ്പ് is equal to -1. നമ്മൾ നേരത്തെ ഇവിടെ നോക്കുകയാണെങ്കിൽ p versus 1/v എടുക്കുകയാണെങ്കിൽ സ്ലോപ്പ് എന്താണ്? ഇവിടെ സ്ലോപ്പ് എന്താണ് മക്കളെ? സ്ലോപ്പ് is equal to k എന്ന് പറയാം. It is equal to k, the constant. അല്ലേ? ഇവിടത്തെ സ്ലോപ്പ് k, y എത്രയാണ്? p, x എത്രയാണ്? 1/v. സ്ലോപ്പ് is equal to k. അതേപോലെ തന്നെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എത്രയാണ്? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് -1 ആണ്. എന്തുകൊണ്ട്? ഇഫ് യു കമ്പയർ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. y എന്താണ്? log of p. c എന്താണ്? log of k. x എന്താണ്? log of v. അപ്പൊ സ്ലോപ്പ് m എന്തായിരിക്കും? -1. മനസ്സിലായോ മക്കളെ? അപ്പൊ ഇങ്ങനെയും ചോദ്യം വരാം മക്കളെ. മനസ്സിലായോ? ഇനി അടുത്തത് the next law. അപ്പൊ ഞാൻ പറഞ്ഞ ഈ 3 ഗ്രാഫ് അല്ല, പിന്നെയും ഗ്രാഫുകൾ ഉണ്ടാക്കാം. അത് നമുക്ക് വഴിയെ കാണാം. ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എനിക്ക് അതിൽ നിന്ന് തന്നെ കുറേ കളികൾ കളിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളെ കുഴി ചാടിപ്പിക്കാനായിട്ട്. ഓക്കെ, ഞാനതെല്ലാം ക്വസ്റ്റ്യൻസിൽ പറയുന്നതായിരിക്കും. സോ സ്റ്റേ കണക്റ്റഡ്. എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ മറക്കരുത്. നെക്സ്റ്റ് ഇസ് ചാൾസ് ലോ. ചാൾസ് ലോ എന്ത് പറയുന്നു മക്കളെ? ചാൾസ് ലോ സേസ് ദാറ്റ് at a constant pressure constant ആയിട്ട് വെക്കുമ്പോൾ the volume of a fixed mass of a gas is directly proportional to its absolute temperature. അതായത് ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നത് പ്രഷർ ആണ്. പ്രഷറിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുമ്പോൾ വോള്യൂം is directly proportional to temperature.
absolute temperature. Absolute temperature. Absolute temperature എന്ന് പറയുമ്പോൾ we are talking about temperature in Kelvin. Okay? Okay, my dear students. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിങ്ങനെ ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസിനെ എടുക്കുകയാണെങ്കിൽ, നമ്മളിങ്ങനെ ഒരു കണ്ടെയ്നറിൽ, ഐ തിങ്ക് ബെറ്റർ ദാൻ ദിസ് ഡയഗ്രാം, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ഈ ഡയഗ്രാം തന്നെ എടുക്കാം, ഈ ഡയഗ്രാം തന്നെ എടുക്കാം മക്കളെ, ഈ ഡയഗ്രാം തന്നെ എടുക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വോള്യം നമ്മൾ ഇൻക്രീസ് ആവുമ്പോൾ ടെമ്പറേച്ചറും ഇൻക്രീസ് ആവുന്നു. വോള്യം നമ്മൾ ഇൻക്രീസ് ആവുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നു. പിസ്റ്റൺ മൂവ് ചെയ്യുന്നു, പിസ്റ്റൺ മേളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? വോള്യം കൂടുന്നു. വോള്യം കൂടുമ്പോൾ എന്ത് പറ്റുന്നു? ടെമ്പറേച്ചർ കൂടുന്നു. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മക്കളെ, നമ്മൾ ഇങ്ങനെ ഒരു ഗ്യാസ് എടുത്തു വിത്ത് എ മൂവിംഗ് പിസ്റ്റൺ, അതിനെ നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ, നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ, ഈ പിസ്റ്റൺ മേളിലോട്ട് മൂവ് ചെയ്യണം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ ഈ മീറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. വോള്യം കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നു. വോള്യം കുറയുന്നു, ടെമ്പറേച്ചർ കുറയുന്നു. എപ്പോ? പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, ഫിക്സഡ് മാസ് എന്ന് ഉദ്ദേശിച്ചത് മാസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആണ് അല്ലെ. മാസ് ഫിക്സഡ് ആയിട്ട് വെക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസും ഫിക്സഡ് ആണ്, അത് മറക്കരുത്. ഓക്കെ, കൂൾ. അപ്പോ കണ്ടീഷൻ മറക്കാൻ പാടില്ല. ബോയിൽസ് ലോയില് ടെമ്പറേച്ചർ ആയിരുന്നു കോൺസ്റ്റന്റ്, പ്രഷറും വോളിയവും തമ്മിലാണ്, ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും ആയിരുന്നു കോൺസ്റ്റന്റ്, പ്രഷറും വോളിയവും തമ്മിലായിരുന്നു റിലേഷൻഷിപ്പ് ബോയിൽസ് ലോയില്. ഇവിടെ ചാൾസ് ലോയില് പ്രഷറും നമ്പർ ഓഫ് മോൾസും അല്ലെങ്കിൽ മാസും ആണ് കോൺസ്റ്റന്റ്, വോള്യവും ടെമ്പറേച്ചറും തമ്മിലാണ് കളി. അപ്പൊ നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോം കാണാം. This law implies that volume is directly proportional to temperature. At constant pressure and number of moles. Okay? By introducing V is equal to KT. എപ്പോ ഒരു കോൺസ്റ്റന്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടു, V is equal to KT. ഓക്കെ, ഈ K തന്നെയാണോ മറ്റേ K? അല്ല, ഈ K is a constant for Charles law. ആ K is a constant for Boyle's law. രണ്ടും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, സസ്പെൻസ് ആണ്. So now if you do it, at constant pressure V by T is equal to K. അല്ലേ, ഈ T നെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ V by T is equal to K. Okay, my dear students. Or else we can write V1 by T1 is equal to V2 by T2. V1 by T1 is equal to V2 by T2. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെമ്പറേച്ചർ is in Kelvin. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ അപ്പൊ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ വളരെ സിമ്പിൾ. നിങ്ങൾ നോക്കുക, we know that V by temperature in Kelvin is a constant. ഈ ടെമ്പറേച്ചർ ഇൻ കെൽവിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ, T in degree Celsius ആയിട്ട് എഴുതുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ആ കൺവേർഷൻ ഫാക്ടർ ഒക്കെ നിങ്ങൾക്ക് തന്നത്. V by T in degree Celsius ആയിട്ട് എഴുതുകയാണെങ്കിൽ T degree Celsius plus ഒരു മിനിറ്റ്, plus 273.15 is equal to K എന്ന് വരും. അപ്പൊ V എത്രയായി മക്കളെ? K into T degree Celsius അല്ലെ, plus K into 273.15. K into 273.15. Okay, K into 273.15. Got it? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ ഈ ഇക്വേഷന്റെ ഉദ്ദേശം എന്താണ്? വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ? എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ഗ്രാഫിക്കലി നമുക്ക് കാണാം. അപ്പൊ ഇതിന്റെ ഗ്രാഫിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ
ഇതിന്റെ ഗ്രാഫിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് മക്കളെ. സെയിം ലോജിക്സ് യൂസ് ചെയ്യാം. അതായത് സപ്പോസ് നമ്മൾ വോള്യൂം ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഗ്രാഫ്. വോള്യൂം ആൻഡ് ടെമ്പറേച്ചർ. എന്ത്? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണേ മക്കളെ. ടെമ്പറേച്ചർ ഇൻ കെൽവിനും വോള്യൂം തമ്മിലുള്ള ഒരു ഗ്രാഫ്. ടെമ്പറേച്ചർ ഇൻ കെൽവിനും വോള്യൂം തമ്മിലുള്ള ഒരു ഗ്രാഫ് ആണ് നോക്കണമെങ്കിൽ what do we get? We get a graph like this. We get a straight line graph like this. അത് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ obviously it will pass through zero. എന്തുകൊണ്ടാണ്? കാര്യം നമുക്കുള്ള ഗ്രാഫ് എന്താണ്? V is equal to KT. K into T in Kelvin. And this can be compared to Y equal to mx. Okay. Understand that this graph is only possible at constant pressure. Okay. That's very important. At constant pressure and number of moles. Okay. Okay, my dear students. ഇനി ഇത് തന്നെ ഡിഗ്രി സെൽഷ്യസിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിലോ മക്കളെ, ഇനി ഇത് തന്നെ വോള്യൂം ഇൻ ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ പ്ലോട്ട് ചെയ്യണത്. വോള്യൂം വേഴ്സസ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്. എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ദേ ഇങ്ങനൊരു ഗ്രാഫ് ആയിരിക്കും. ഒന്നുമില്ല, വളരെ എളുപ്പമാണ് മക്കളെ. ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊരു y ഇന്റർസെപ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ സാറേ എനിക്ക് മനസ്സിലായില്ല, ഇത് എന്താണ് സംഭവം സാർ ഒന്ന് പറഞ്ഞു തന്നെ. അതായത് വളരെ സിമ്പിൾ ആണ്. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഈ പോയിന്റ് എത്രയാ? 0 കെൽവിൻ. ഓക്കെ. പക്ഷെ ഡിഗ്രി സെൽഷ്യസിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇതാണ്. 0 ഡിഗ്രി സെൽഷ്യസ് ഇതാണ്. അവിടെ എന്തായാലും ഈ ലൈൻ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യില്ല. ഈ ലൈൻ എപ്പോഴാണ് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത്? 0 കെൽവിനിലാണ്. 0 കെൽവിനിലാണ് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലോജിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ 0 കെൽവിൻ എവിടെയാണ്? 0 കെൽവിൻ എന്ന് ഉദ്ദേശിക്കുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അവിടെ കൊണ്ടേ മീറ്റ് ആവുള്ളൂ. വളരെ സിമ്പിൾ. കണ്ട, വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ മക്കളെ? ഈ ഗ്രാഫ് എപ്പോഴാണ് ആക്ച്വലി എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നത്? 0 കെൽവിൻ. 0 കെൽവിൻ എന്ന് ഉദ്ദേശിക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് അല്ല, അത് -273.15 ആണ്. അതുകൊണ്ടാണ് 0 ഡിഗ്രി സെൽഷ്യസിൽ ഇത് y ആക്സിസിനെ മീറ്റ് ചെയ്യും. പിന്നെ അങ്ങോട്ട് വലിച്ച് -273.15 അത് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുള്ളൂ. ഇത് തന്നെയാണ് ആക്ച്വലി. നിങ്ങൾ നോക്കൂ, we got an equation like this. V is equal to KT degree Celsius plus K into 273.15. വെറുതെ നോക്കാം. Volume is equal to K into temperature in degree Celsius. Temperature in degree Celsius plus K into 273.15. ഇത് നിങ്ങൾ വെറുതെ കമ്പയർ ചെയ്യുക. y is equal to mx plus c. നോക്കൂ, y എന്താണ്? വോള്യൂം. m എന്താണ്? k. c ഉണ്ട് ഇവിടെ c ഉണ്ട്, അതായത് ഒരു y ഇന്റർസെപ്റ്റ് ഉണ്ട് ഇവിടെ. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഈ ഗ്രാഫില് y = mx ഉള്ളൂ, c വാല്യൂ 0 ആണ്. കാര്യം എന്താ? ഇത് വോള്യൂം വേഴ്സസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. ഇവിടെ വോള്യൂം വേഴ്സസ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ. ഇനി ഇതേ ഗ്രാഫ് തന്നെ നമ്മൾ പല പല പ്രഷറിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. വോള്യൂം വേഴ്സസ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്. എല്ലാവരും നോക്കുക. P1 പ്രഷറിൽ അവന്റെ സ്ലോപ്പ് ഇത്രയും, അവന്റെ the angle that it makes will be this much. P2 പ്രഷറിൽ ആ ആംഗിൾ മാറുന്നു. P3 പ്രഷറിൽ ആ ആംഗിൾ മാറുന്നു. P4 പ്രഷറിൽ ആ ആംഗിൾ മാറുന്നു.
എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷെ പ്രഷർ മാറും തോറും സ്ലോപ്പ് മാറുന്നു. ഗോട്ട് ഇറ്റ്? ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? P1 ലെസ് ദാൻ P2 ലെസ് ദാൻ P3 ലെസ് ദാൻ P4. അതെങ്ങനെ മനസ്സിലായി സാറേ? അത് മനസ്സിലായില്ല സാറേ. അതെങ്ങനെ നോക്കിയിട്ട് മനസ്സിലായത്? അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞില്ലേ, സസ്പെൻസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബോയിൽസ് ലോയിലും നമ്മൾ ആ സസ്പെൻസ് കണ്ടു. ഈ T1 T2 T3യുടെ കാര്യം ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് T3 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T1? സസ്പെൻസ് ആണ്, ഞാൻ പറഞ്ഞു തരാം. അടുത്ത ക്ലാസ് കാണാൻ മറക്കരുത്. ഓക്കെ, ഇവിടെ എങ്ങനെ മനസ്സിലായി T3 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T1? അതായത് ഈ ഗ്രാഫ് T3, ഈ ഗ്രാഫ് T2, ഈ ഗ്രാഫ് T1 എങ്ങനെ മനസ്സിലായി സാറേ? പറഞ്ഞു തരാം. അതേപോലെ തന്നെ ചാൾസ് ലോയിലും ഇങ്ങനെ സസ്പെൻസ് ഞാൻ വെക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ ഇത് ഡിഗ്രി സെൽഷ്യസിലല്ലേ? കെൽവിനും അതൊക്കെ തന്നെ മക്കളെ, കെൽവിനും അതൊക്കെ തന്നെ. പക്ഷെ -273.15 എന്ന് ഉദ്ദേശിക്കുന്നത് -273.15 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 0 കെൽവിൻ ആണ്. ദാറ്റ് ഈസ് ദി ഓൺലി ഡിഫറൻസ്. ഇവിടെ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഈ ഗ്രാഫ്സ് എല്ലാം ഇങ്ങനെ വരും. എങ്ങനെ വരും? ഇങ്ങനെ വരും. This will be one graph. This will be another graph. This will be another graph. Got it? ഇത് നമ്മൾ P1 ആയിട്ട് എടുക്കുകയാണ്. ഇത് നമ്മൾ P2 പ്രഷറിൽ പ്ലോട്ട് ചെയ്ത ഗ്രാഫ്, ഇത് നമ്മൾ P3 പ്രഷറിൽ പ്ലോട്ട് ചെയ്ത ഗ്രാഫ് ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും P1 ലെസ് ദാൻ P2 ലെസ് ദാൻ P3 എന്ന്. എന്തുകൊണ്ട്? എങ്ങനെ മനസ്സിലായി സാറേ? അത് പറഞ്ഞുതരാം, സസ്പെൻസ് ആണ്. ഓൺലി ഇൻ നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ബി ടെല്ലിങ് യു ദാറ്റ്. പിന്നെ നിങ്ങൾക്കറിയാം ഈ -273.15 എന്ന് ഉദ്ദേശിക്കുന്നത് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ആണ് കേട്ടോ. അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയും. -273.15. That's a term that you have to keep in mind. Absolute zero temperature എന്ന് വെച്ചാൽ -273.15. അതായത് 0 കെൽവിൻ. -273.15 ഡിഗ്രി സെൽഷ്യസ്. മറക്കരുത്. ഓക്കെ, അപ്പൊ ഇതാണ് ബോയിൽസ് ലോവും ചാൾസ് ലോവും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്കറിയാം തിയറി കഴിഞ്ഞു സാറേ. ഷടപടേ എന്ന് രണ്ടൊന്ന് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു സം ക്വസ്റ്റ്യൻസ്. വളരെ രസകരമായിട്ടുള്ള വളരെ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, പായസത്തിന് കാര്യം അറിയാലോ. ആദ്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ നോക്കുക, ആദ്യം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഓൺലി ദെൻ check my answer, check my method. Okay, first question നോക്കാം മക്കളെ. At 25 degrees Celsius and 730 millimeter pressure, ഇവിടെ millimeter pressure ആണ്. ഏത് millimeter mercuryയിലാണ് യൂണിറ്റ്സ്. 380 milliliters of dry oxygen was collected. Okay, if the temperature is constant, what volume will the oxygen occupy at 760 millimeter pressure? ഇവിടെ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ constant ആണ്. We know that at constant temperature number of molesനെ കുറിച്ച് പരാമർശിക്കുന്നില്ല, നമ്പർ ഓഫ് മോൾസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. So obviously temperature and number of moles is constant. We know that P1 V1 is equal to P2 V2. ഇവിടെ P1 എന്താണ് മക്കളെ? P1 എന്താണ്? ഇനീഷ്യൽ പ്രഷർ 730. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ യൂണിറ്റ് കൺവേർട്ട് ചെയ്യണ്ടേ? എന്തിനാണ് യൂണിറ്റ് കൺവേർട്ട് ചെയ്യണത്? വേണ്ട. കാര്യം രണ്ടാമത്തെ പ്രഷറും മില്ലിമീറ്ററിലാണ് തന്നേക്കണത്. ഓക്കെ, യൂണിറ്റ്സ് കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല മക്കളെ. സോ 730 ഇൻറ്റു V1 എത്രയാണ് മക്കളെ? 380. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ ലിറ്റർ ആക്കണ്ടേ? വേണ്ട, നമ്മളത് മില്ലി ലിറ്ററിൽ തന്നെ വെക്കുന്നു. അപ്പൊ നമുക്ക് ഫൈനൽ വോള്യൂം V2 നമുക്ക് മില്ലി ലിറ്ററിൽ തന്നെ കിട്ടും. അതിൽ തന്നെയാണ് ഓപ്ഷൻസ് കൊടുത്തേക്കണത്. സോ 730 ഇൻറ്റു 380 is equal to P2 എത്രയാണ് മക്കളെ? 760 ഇൻറ്റു V2. ഓക്കെ മക്കളെ, മനസ്സിലായോ മക്കളെ? Got it? Fine. So 730 into 380 is equal to 760 into V2. ഇനി V2 കണ്ടുപിടിക്കാൻ എന്താ കണക്ക്? Okay, just divide it, you will get the answer. So basically the answer വരുന്നത് 365 ആണ്. Look at this, the method is the same. P1 V1 equal to P2 V2. 730 into 380 by 760 വരും അല്ലേ? ഈ 760നെ നമ്മൾ അങ്ങോട്ട് എടുക്കുന്നു. So that is a
second volume. Next question, my dear students. 600 cc, cc എന്താണ്? Centimeter cube, of a gas at a pressure of 750 millimeter is compressed to 500 cc. Taking the temperature to remain constant, the increase in pressure is. Increase in pressure ആണ് ചോദിച്ചിരിക്കുന്നത്. So basically, ഞാൻ പറഞ്ഞുതരാം. We know that P1 V1 is equal to P2 V2. Okay. P1 V1 is equal to P2 V2. P1 എത്രയാണ് മക്കളെ? P1 എത്രയാണ്? 750. 750 initial pressure is 750 into 600 that is equal to P2 എത്രയാണ് മക്കളെ? P2 എത്രയാണ് മക്കളെ? P2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, P2 into V2 എത്രയാണ്? V2 is equal to 500. So what is P2, my dear students? What is P2, my dear students? 750 into 600 divided by 500. Okay, my dear students, ഇത് നമുക്ക് എത്ര കിട്ടും? I think this you will get at 900 അല്ലേ? ഇത് നമുക്ക് 900 കിട്ടും. ഇത് നമുക്ക് 900 കിട്ടും. പക്ഷെ ഇതല്ല ആൻസർ. നിങ്ങൾ ചോദിക്കും സാറ് 900 ഒന്നും അല്ല, സാറ് തെറ്റാണ് ചെയ്തേക്കണത്. ഇതല്ല വേണ്ടത്. നമുക്ക് ഇൻക്രീസ് ഇൻ പ്രഷർ ആണ്. 600 നിന്ന് 900ലേക്ക് പോയി. That's a final pressure. So increase in pressure is what? ഒരു മിനിറ്റ്, ഇത് നമുക്ക് എത്ര കിട്ടണത്? ഒന്നുകൂടി നോക്കട്ടെ. 100 ക്യാൻസൽ ആയി പോയി. 50 150 900. 750 എന്നാണ് 900ലേക്ക് പോയത്. 750 എന്നാണ് 900ലേക്ക് പോയത്. സോ ദാറ്റ്സ് ഈക്വൽ ടു an increase of 250 അല്ലേ? 250 വരും. Because they are asking increase in pressure, not the final pressure. Final pressure 900. Increase in pressure is 250. Done. പാലാരിവട്ടം പാലത്തിന്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് പൂർത്തിയായത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. For 1 mole of an ideal gas at constant temperature, the plot of ഓക്കെ, എനിക്ക് എന്ത് സന്തോഷമായി ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ. ഇത് മുമ്പത്തെ JEE ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്താ? എനിക്ക് എന്തുകൊണ്ടാണ് സന്തോഷമായ കാര്യം? ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇത് പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. നിങ്ങൾക്കും സന്തോഷമായെന്നറിയാം. log P versus log V നമുക്ക് ഓൾറെഡി അറിയാം മക്കളെ. PV is equal to K. ഞാൻ ഓൾറെഡി ഇത് ചെയ്തതാണ്. log P plus log V. log V is equal to log of K അല്ലേ? log P എത്രയാണ്? log of K minus log of V. That can be compared to y is equal to C plus mx. നമുക്ക് എന്ത് കിട്ടും? A straight line with a negative slope. That is the answer. ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് മക്കളെ. അതിൽ സ്ലോപ്പ് എന്താണ്? ഇവിടെ ഇവര് കോൺസ്റ്റന്റ് എഴുതിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് log of K is actually a constant. K ഒരു കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ log of K ഒരു കോൺസ്റ്റന്റ് ആണ്. That's it. So basically log P is equal to minus log V plus constant. അപ്പോൾ സ്ലോപ്പ് ഞാൻ പറഞ്ഞു തന്നു. That is equal to -1 എന്നുള്ളത്. ഓക്കെ, മറക്കരുത്. അപ്പൊ ഇങ്ങനെയൊക്കെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നില്ലായിരുന്നു, നിങ്ങൾ ചിലപ്പോൾ കുഴി ചാടിയാണ്. So that's what's the entire video. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. In your next question, if 300 milliliter of a gas at 27 degrees Celsius is cooled to 7 degrees Celsius at constant pressure. At constant pressure എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ചാൾസ് ലോ. Its final volume will be. So നമുക്കറിയാം at constant pressure and number of moles. At constant pressure and number of moles. നമുക്ക് എന്ത് കിട്ടും മക്കളെ? At constant pressure and number of moles. At constant pressure and number of moles, we know that V1 by T1 is equal to V2 by T2. V1 by T1 is equal to V2 by T2. ഇതാണ് ചാൾസ് ലോ. ടെമ്പറേച്ചർ കെൽവിനിലായിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ടെമ്പറേച്ചർ കെൽവിനിലായിരിക്കണം ഈ ഇക്വേഷൻ വാലിഡ് ആവണമെങ്കിൽ. So T1 is what? 27 degrees Celsius. So that is 27 plus 273. നമുക്ക് 300 എന്ന് എടുക്കാം. T2 is what? 7 plus 273. That is equal to 280. Okay, V1 എത്രയാണ്? V1 is equal to 300. So 300 by 300. Beautiful. V2 എത്രയാ? V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V2 is equal V2 by 280. അപ്പോൾ V2 എത്ര? 280 എന്ന് കിട്ടും. 280 is the answer. Okay. Okay baby. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോസ് ഇനി കാണുമ്പോൾ, റിപ്പീറ്റഡ്ലി കാണുമ്പോൾ ആദ്യം പായസം സ്വയം ഉണ്ടാക്കാൻ നോക്കുക. ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ ഓൺ യുവർ ഓൺ. അത് കഴിഞ്ഞിട്ട് എൻ്റെ സൊല്യൂഷൻ നോക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എത്രയൊക്കെ ചെയ്താലും എത്രയൊക്കെ കണ്ടുപിടിച്ചാലും സ്വയം ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല.
ഡ്രൈവിങ്ങിൻ്റെ എക്സാമ്പിൾ അറിയാലോ, പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ ക്വസ്റ്റ്യൻസിൻ്റെ കലാശക്കൊട്ട് അവിടെ കഴിഞ്ഞു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൈവൊക്കിയിട്ട് കാര്യമില്ല, എനിക്ക് കാണാൻ പറ്റില്ല. നേരെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, എനി കൺസേൺസ്, പ്ലീസ് പുട്ട് ഇറ്റ് റിഗാർഡിംഗ് ദ ചാനൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറിച്ച് എന്ത് കൺസേണും ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. ഒരു ടീച്ചേഴ്സ് എന്നതിലുപരി ഞങ്ങളെല്ലാവരും വി ആർ യുവർ ഫ്രണ്ട്സ്, വി ആർ യുവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പ്രായമൊന്നും ആയിട്ടില്ല. നിങ്ങളുടെ ലെവലിലേക്ക് മുട്ടുകുത്തി വരാനായിട്ട് ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ എന്ത് കൺസേണും ആയിക്കോട്ടെ, പുട്ട് ഇറ്റ് ഓവർ ദർ, ഞങ്ങളത് അഡ്രസ്സ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ കലാശക്കൊട്ട് കഴിഞ്ഞു. ഇത് ടെലിഗ്രാം ചാനലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിന്? നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാനലിനെ കുറിച്ച് അറിയാനായിട്ട്. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ചാനലിൽ പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടാവും, ക്വിസസ് ഉണ്ടാവും, പുതിയ പരിപാടികളുടെ അറിയിപ്പുകൾ ഉണ്ടാവും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് ഡു ഫോളോ ദിസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ കലാശക്കൊട്ട് ഇത് കഴിഞ്ഞു. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ടിൽ ദെൻ പ്രിപ്പയർ വാട്ട് എവർ ഹാസ് ബീൻ ടോട്ട്. Okay, നോക്കുക ഒന്നും കൂടെ. That's it my dear students, that's it for the day. Bye bye.